വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എന്തുവാ നമ്മുടെ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ. നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു മീനിൻ്റെ പെരളനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് ഇട്ടു. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് പാപ്രിക്കയാണ്. പാപ്രിക്ക ഇട്ടിട്ടുണ്ട് 1 ടീസ്പൂണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ചെറിയൊരു മണം ഒന്ന് മാറിയാൽ മതി. ഓക്കെ, ഞാൻ നെയ്യാണ് ചേർത്തത്. എണ്ണ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഞാനൊരു 100 ഗ്രാം അത് വെച്ചിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഒരുവിധം വണ്ണിരിക്കുന്നു. നമുക്കതിനകത്തേക്ക് ഞാനൊരു ചെറിയ ഒരു ഇഞ്ചി കഷ്ണം ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ചതും 2 കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതുകൂടെ ഒന്ന് മൂട്ടി വെക്കണം. ആവശ്യത്തിന് കൂടെ മൂട്ടി വരാനുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. പുളിക്കകത്ത് ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് അതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കുന്നില്ല. നന്നായിട്ട് മൂട്ടി വെച്ച് സാധാരണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ടേസ്റ്റ് വരുന്നത്. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂട്ടി വെക്കണം. ഇനി നമുക്ക് ഒരു 2-3 കഷ്ണം കുടംപുളി ഞാനിവിടെ കുട്ടിയുള്ള വെള്ളത്തിലിടുന്നു. അത് നമുക്ക് ആ വെള്ളം കൂടെ ഒഴിക്കണം. അതിന് എന്ത് പറ്റി വെക്കട്ടെ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇടുന്നത് തേങ്ങയാണ്. 1 1/2 കപ്പ് തേങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പുരട്ടി എടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് വാളയ്ക്ക് നല്ല പറയുന്നത് ബെൽറ്റ് ഫിഷ് അതാണ് 1/2 കിലോ മേടിച്ചിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെള്ളം ഇച്ചിരി കുറവാണ്. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് എണ്ണ കൂടെ ഒഴിക്കും. മീനാണെങ്കിൽ പെട്ടെന്ന് ഒഴിച്ച് വെച്ചിട്ട് മീൻ അടച്ചിടാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് വേഗണമല്ലോ. ഓൾറെഡി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പിടുന്നില്ല. പുളി ഒന്ന് ഇറങ്ങി വരട്ടെ. പുളിയുടെ കൂടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അടച്ചു വെച്ചാൽ നമുക്കൊന്ന് ഉപയോഗിക്കാം. ഇവിടെ മീന് നല്ലപോലെ പറ്റി വരുന്നുണ്ട് കേട്ടോ. എനിക്കില്ലേ ആദ്യത്തെ മുതൽ ഞാൻ കുറച്ച് കഴിച്ചു. ഞാൻ ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഞാനൊന്ന് മാറ്റി കാണിച്ചു തരാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇതിൻ്റെ ഗ്രേവിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് മീൻ പൊടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റുമേ. ഞാൻ നിർത്താൻ പോവാണ്.
ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോം. ഓക്കെ, ഇതെത്തിക്കഴിഞ്ഞാൽ അത് ഇച്ചിരി പുക പൊങ്ങിക്കൊണ്ടിരിക്കുക. അടച്ചിട്ടിരിക്കുക. ഓക്കെ ഓക്കെ ഇതുണ്ടല്ലോ നമ്മുടെ മീനിൻ്റെ ഇതും ഈ ഗ്രേവിയും കൂടെ കൂട്ടി കഴിക്കാനേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചു, അതുകൊണ്ട് എനിക്ക് അധികം വിശക്കുന്നില്ല, വയറ് നിറഞ്ഞു. വലിയ മീനോ ചെറിയ മീനോ ഏതാണെന്ന് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടല്ലോ പൊടിച്ചാണെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.